ഹലോ എവ്രി വൺ, വെൽക്കം ടു ടൈനി ഹാപ്പിനെസ് ബൈ ഗോപിക. ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. സോ എന്നെ ആദ്യം ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഗോപിക എന്നാണ്. റൈറ്റ് നൗ ഞാനിപ്പോൾ ജർമ്മനിയിലാണ്. പാഡർബോൺ എന്ന് പറയുന്നിട്ടുള്ള ജർമ്മനിയിലുള്ളൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാനിവിടെ വന്നിട്ട് 5 ദിവസമായിട്ടുള്ള ആകപ്പാടെ. സോ ഞാൻ ഈ 5 ദിവസത്തിൽ ആദ്യത്തെ ഒരു 1 ഡേ ഫുൾ ഞാൻ വന്ന് കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് ഒരു 2 ഡേയ്സ് ഞാൻ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി പച്ചക്കറി, പഴം, ഗ്രോസറി സാധനങ്ങളെല്ലാം വാങ്ങിച്ചായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ എൻ്റെ 5ാമത്തെ ദിവസം. ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പുറത്ത് പോകാൻ പോകുന്നൊരു ദിവസമാണെന്ന്. സോ ഇന്ന് ഞാൻ പുറത്ത് പോകുന്നത് എൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്കാണ്. ഞാനിവിടെ താമസിക്കുന്ന സ്ട്രാസെ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് എനിക്ക് ഏകദേശം 10 മിനിറ്റ്സ് ബസ്സിൽ പോകാനുള്ള ദൂരമുണ്ട് എൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്ക്. അപ്പോൾ ഞാൻ ഇന്ന് എങ്ങനെയാണ് എൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒറ്റയ്ക്ക് പോകുന്നത് എന്നുള്ളൊരു വ്ളോഗാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ എൻ്റെ യൂണിവേഴ്സിറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ എൻ്റെ കൂടെ എൻ്റെ കോളേജിലേക്ക് പോകാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. കമോൺ എവരിബഡി, നമുക്ക് പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഈ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് നമ്മുടെ കോളേജിലേക്ക് പോകാൻ പോകുന്നത്. ഈ ബസ് സ്റ്റോപ്പ് എൻ്റെ റൂമിൻ്റെ പുറത്ത് തന്നെയാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്തെത്തി. ഇതാണ് ബസ് സ്റ്റോപ്പ്. ഈ ബസ്സിൽ എങ്ങനെയാണ് കയറുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിലായിട്ട് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. ഇത് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ എടുത്തിട്ട് സ്ഥലം അടിച്ചു കൊടുത്ത് നോക്കിയാൽ മതി എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നുള്ളത്. ഓക്കെ, അങ്ങനെ എൻ്റെ ബസ് വന്നു. ഞാൻ ബസ്സിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ബസ്സിൽ കയറാൻ ടിക്കറ്റ് എടുക്കാനായിട്ട് 3 ഓപ്ഷൻസാണ് നമുക്കുള്ളത്. ഒന്നില്ലെങ്കിൽ നമുക്ക് ബസ്സിൽ കയറി ഉടനെ തന്നെ ഡ്രൈവറിൻ്റെ കയ്യിൽ നമുക്ക് ആ എമൗണ്ട് കൊടുക്കാം എത്രയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാം. ഇനി അതും അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ തന്നെ ടിക്കറ്റ് എടുക്കാനുള്ള മെഷീൻ നമുക്കുണ്ടാവും. ഇതിലേറ്റവും നല്ല മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് നമ്മൾ എടുക്കുന്നത് തന്നെയാണ് കേട്ടോ. കാരണം മറ്റുള്ള മെത്തേഡ്സിൽ കൂടെ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോഴേക്കും നമുക്ക് ചെറിയ എമൗണ്ട് വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഓൺലൈൻ വഴി പല ആപ്പുകൾ അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു ആപ്പിൽ കയറി എടുക്കുന്നതാണ് കേട്ടോ. സ്റ്റുഡൻസിന് ഇവിടെ ടിക്കറ്റിന് പൈസയില്ല. സെമസ്റ്റർ ടിക്കറ്റ് ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ബസ്സിലും ട്രെയിനിലും ഒക്കെ ട്രാവൽ ചെയ്യാം. അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ സ്റ്റോപ്പിൽ വന്നിറങ്ങി. ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കാര്യമായിട്ട് വഴിയൊന്നും അറിയത്തില്ല. ഗൂഗിൾ മാപ്പിന് മാത്രം പ്രതീക്ഷിച്ചാണ് ഞാൻ ഇവിടം വരെ എത്തിച്ചേർന്നത്. ഗൂഗിൾ മാപ്പ് നോക്കി തന്നെ ഞാൻ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ച് ആരോടെങ്കിലുമൊക്കെ ചോദിച്ചെത്താം. അങ്ങനെ നടന്ന് ഒടുക്കം ഞാൻ എൻ്റെ കോളേജ് കണ്ടുപിടിച്ചു. ഒരുപാട് കുട്ടികളോട് ചോദിക്കേണ്ടി വന്നു. വഴിയിൽ കണ്ട കുട്ടികളോടെല്ലാം ഞാൻ ചോദിച്ചു. എങ്കിൽ പോലും ഞാൻ കറക്റ്റായിട്ട് ലൊക്കേഷനിൽ വന്നെത്തി. ഇവിടെ വന്നെത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ക്ലാസ് കണ്ടുപിടിക്കാനും ഇൻ്റർനാഷണൽ ഓഫീസ് കണ്ടുപിടിക്കാനും ചില്ലറ കഷ്ടപ്പാടൊന്നും ഞാൻ പെട്ടാൽ പോരാന്ന്. കാരണം ഈ കോളേജ് ഏക്കർ കണക്കിന് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുവാണ്. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കോളേജുകളിലും മറ്റുമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ മുറ്റത്തൊക്കെ ഒരുപാട് സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ആരോട് വേണമെങ്കിലും ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് സ്ഥലം നമുക്ക് പറഞ്ഞു തരും. ഇവിടെ പക്ഷെ നമുക്ക് വളരെ റെയർലി മാത്രമേ ഒരാളെയോ ഒരു സ്റ്റുഡൻറ്റിനെയോ അല്ലെങ്കിൽ ഒരാളെയോ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ നോക്കിയാൽ കാണാം, ആകപ്പാട് തൊട്ടപ്പുറത്ത് കൂടെ ഒരാൾ പോകുന്നതല്ലാതെ വേറെ ഒരു മനുഷ്യനും ഇല്ല ഈ പരിസരത്ത്. ഞാനിവിടെ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ വേണ്ടിയാട്ടോ ഈ കോളേജിലേക്ക് വന്നത്. ഇത് യൂണിവേഴ്സിറ്റി ഓഫ് പാഡർബോൺ. ഇതൊരു പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. ഞാനിപ്പോൾ നിങ്ങളെ സൂം ചെയ്ത് കാണിച്ചത് ഇതിൻ്റെ ഇടയിലേക്ക് ഒരു വഴിയുണ്ടെന്നുള്ളതാണ് കേട്ടോ ഗൈസ്. ഇവിടെ പലയിടത്തായിട്ട് കുറേ കുട്ടി വഴികൾ നമുക്ക് കാണാം. ഇതിലൊക്കെ പോയി കഴിഞ്ഞാലും ഒരുപാട് നടക്കാനുള്ള കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാം. അങ്ങനെ ഞാൻ ഫ്രണ്ടിലോട്ട് എൻ്റെ യൂണിവേഴ്സിറ്റിയും ക്ലാസ്സും ഒക്കെ കാണാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്.
യൂണിവേഴ്സിറ്റിയുടെ എംബ്ലമുള്ള ഒരു ബിൽഡിംഗ് കണ്ടുപിടിച്ചു. ഇവിടെ ഞാൻ വന്നപ്പോൾ എനിക്ക് ആദ്യം തന്നെ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ബിൽഡിങ്സിനും ABCD ആൽഫബറ്റ്സ് ഇട്ടിട്ട് ഇവരൊരു ലെറ്റർ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്നും നമ്മൾ പോകേണ്ട സ്ഥലം ഏതാണെന്നും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഞാനിന്ന് വന്നപ്പോഴാട്ടോ എനിക്ക് മനസ്സിലായത്. ഇവിടെ ഒട്ടുമിക്ക സ്റ്റുഡൻസും തന്നെ കാറിലാണ് വരുന്നത്, പിന്നെ കുറേ പേര് സൈക്കിളിനും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പുറത്തൊരു മനുഷ്യനെയും ഇവിടെ കാണാത്തത്. കാർ പാർക്കിംഗ് ഏരിയ ചെന്നാൽ മാത്രം നമുക്ക് 1-2 ആൾക്കാരെ ഇവിടെ കാണാൻ പറ്റും. നടന്നു വരുന്ന സ്റ്റുഡൻസ് ഇവിടെ വളരെ കുറവാണ്. നടന്ന് ഞാനൊരു വർഷമായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഓക്കെ, എൻ്റെ യൂണിവേഴ്സിറ്റി ഞാൻ കണ്ടുപിടിച്ചു, ഇനി തിരിച്ച് വീട്ടിൽ പോകാനുള്ള ബസ് സ്റ്റോപ്പ് കണ്ടുപിടിക്കാമെന്ന്. അങ്ങനെ ക്യാമറ ചുറ്റിച്ച് നോക്കിയപ്പോൾ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പും കണ്ടു, ഒരു ബോർഡും കണ്ടു. അവിടെ നിന്ന് എനിക്ക് വെസ്റ്റേൺ ടോറിലേക്ക് പോകാനുള്ള ബസ് കണ്ടുപിടിച്ച് അതിൽ കയറി. ഇത്തവണ ഞാൻ ടിക്കറ്റ് എടുക്കുന്നില്ല കേട്ടോ, കാരണം ഞാൻ വെസ്റ്റേൺ ടോറിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും 1.5 മണിക്കൂറത്തേക്ക് എനിക്ക് ട്രാവൽ ചെയ്യാനുള്ളൊരു ടിക്കറ്റാണ് എടുത്തത്. ആ 1.5 മണിക്കൂർ കഴിയുന്നതിന് മുൻപാണെങ്കിൽ എനിക്ക് പിന്നീട് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഈ ബോർഡ് കണ്ടോ, ഈ ബോർഡിലാണ് നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കുന്നത്. ഇത് നോക്കിയാണ് ഞാൻ സ്ഥിരം ഇവിടുത്തെ ട്രാവൽ ചെയ്യാറ്. ഇപ്പോൾ ഞാൻ ആദ്യം ഇവിടെ നിന്ന് കയറിയതിന് ശേഷമുള്ള ആദ്യത്തെ സ്റ്റോപ്പ് എത്തി. അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ കയറി. ഏകദേശം 7 സ്റ്റോപ്പ് എന്തോ കഴിഞ്ഞാണ് എൻ്റെ സ്റ്റോപ്പ് വരുന്നത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷനുള്ളതുകൊണ്ട് ഞാൻ ആ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാനെല്ലാം സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു. വെസ്റ്റേൺ ടോർ എത്തി. എൻ്റെ ബസ് നിർത്തിയപ്പോഴേക്കും ഞാനവിടെ ചാടി ഇറങ്ങി. ഇതാണ് വെസ്റ്റേൺ ടോറിലെ മെയിനായിട്ടുള്ളൊരു ഏരിയ. ഇവിടെ നമുക്ക് ഒരു വിധത്തിൽപ്പെട്ട എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കടകളെല്ലാം തന്നെ ഉണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സിറ്റി ഏരിയ തന്നെയാണിത്. ഇവിടെയാണ് എൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഉള്ളത്. ഞാനിപ്പോൾ താമസിക്കുന്നത് ഒരു സബ്ലെറ്റിലാണ്. അതായത് എൻ്റെ പേരിൽ കോൺട്രാക്റ്റുള്ള അപ്പാർട്ട്മെൻ്റ് അല്ല, സൂൺ ടു ബി ഞാനൊരു കോൺട്രാക്റ്റുള്ള അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറും. ഈ കാണുന്നതാണ് സ്പാർക്കസി, അതായത് ഇവിടുത്തെ ATM. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സബ്ലെറ്റിൻ്റെ കാര്യം ഞാൻ പറയാം. ഇവിടെ ജർമ്മനിയിൽ വരുന്ന എല്ലാവരും തന്നെ ഉടനെ തന്നെ കോൺട്രാക്ട് റൂം കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. അതായത് നമുക്ക് കോൺട്രാക്ട് റൂം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സിറ്റി രജിസ്ട്രേഷൻ എടുക്കാനും ബാങ്ക് അക്കൗണ്ട് എടുക്കാനും ഒക്കെ ജർമ്മനിയിൽ പറ്റത്തുള്ളൂ. സോ നാട്ടിൽ നിന്ന് വിസ കിട്ടി നിൽക്കുന്ന ആൾക്കാരിൽ പലരും പെട്ടെന്ന് തന്നെ കോൺട്രാക്ട് റൂം ഓൺലൈൻ വഴി ഒപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ജർമ്മനിയിൽ വന്ന് എടുക്കാം എന്നുള്ള പ്ലാനിൽ നാട്ടിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒരു സബ്ലെറ്റിലാണ് ആദ്യം വന്ന് താമസിക്കുക. സബ്ലെറ്റ് വേറൊരാളുടെ പേരിലുള്ള കോൺട്രാക്റ്റ് ആയിരിക്കും. അങ്ങനെ നടന്നെത്തിയപ്പോഴാണ് ഞാൻ ഓർത്തത് ഉച്ചക്കത്തേക്കൊന്നും കഴിക്കാനില്ലല്ലോ എന്ന്. നടന്നു വന്ന വഴിക്കേണ്ട സൂപ്പർ മാർക്കറ്റിൽ കയറി ഞാനിവിടെ നിന്ന് ചിക്കൻ മേടിക്കാമെന്ന് വിചാരിച്ച് നടന്നു. അപ്പോഴാണെന്ന് ഇവിടെ നോക്കിയപ്പോൾ പലതരത്തിൽ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും സാധാരണ ചിക്കനും കണ്ടത്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ കുറച്ച് ബോൺസും വിങ്സും 1/2 kg വാങ്ങിച്ചിട്ട് ഞാൻ ആ കടയിൽ നിന്ന് ഇറങ്ങി. ഇതാണ് കേട്ടോ ആ കട, നോട്ട് മാർട്ട് എന്നാണ് പേര്. ഈ ഷോപ്പിൻ്റെ അപ്പാർട്ട്മെൻറ്റ് തൊട്ടടുത്തായിട്ട് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് പെട്ടെന്നൊന്നും കറി വയ്ക്കാനില്ലെങ്കിൽ എനിക്ക് വേഗം വന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ് അവിടെ നിന്ന്. അങ്ങനെ നടന്ന് എൻ്റെ അപ്പാർട്ട്മെൻറ്റ് എത്തി. ഈ വ്ളോഗ് എൻ്റെ ആദ്യത്തെ വ്ളോഗ് ആയതുകൊണ്ട് തന്നെ കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും ഇതിൽ. നിങ്ങളതെല്ലാം കമൻറ്റ് ബോക്സിൽ പറയുക, ഞാനതെല്ലാം തിരുത്തുന്നതായിരിക്കും. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ ടൈനി ഹാപ്പിനെസ് ബൈ ഗോപിക. ബൈ. See you guys on my next vlog.